അതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ സ്ഥിതി അതീവ ഗുരുതരം. ആനയ്ക്ക് ചികിത്സ നൽകിയിരുന്നെങ്കിലും ഫലം കണ്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ. കാട്ടാനയുടെ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ മറ്റിരുന്നത്. സൂരജ്, നമ്മൾ അന്ന് കണ്ടതിൽ നിന്ന് ആ മുറിവ് കുറച്ചുകൂടി ആഴമേറിയ വ്യാപ്തിയേറിയ മുറിവായെന്ന് തോന്നുന്നു ആ കാഴ്ചയ്ക്ക്. അപ്പോൾ അന്ന് മയക്കുപൊടി വെച്ച് വിദഗ്ധന്മാർ കൊടുത്ത ചികിത്സ ഒട്ടുമേ ഫലം കണ്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് സൂരജ്? ഹാഷ്മി, തീർച്ചയായും അന്നത്തെ ചികിത്സ ഫലം കണ്ടില്ല എന്നുള്ളത് തന്നെയാണ് ആനയുടെ പുതിയ ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുന്ന അതീവ ദയനീയമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഈ മസ്തകത്തിലെ മുറിവിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുകയാണ്. നമ്മളത് ഈ ക്യാമറ ക്ലോസായി ഈ ചിത്രങ്ങൾ എടുത്ത സമയത്താണ് ഈ പുഴു അടക്കം അരിച്ച് മസ്തകത്തിൽ നിന്ന് ഇറങ്ങുന്നത് നമുക്ക് മനസ്സിലായത്. ഇതിൻ്റെ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ചില വന്യജീവി സംരക്ഷകരടക്കം ഈ DFOയ്ക്ക് അടക്കം പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതി ഇവർക്ക് ലഭിച്ചെങ്കിൽ പോലും അതിൽ വനംവകുപ്പ് ഒരു തുടർ നടപടി സ്വീകരിച്ചില്ല. അത് പരിഗണനയിൽ ഇരിക്കുകയാണ് ഇപ്പോൾ ഈ ആനയുടെ ദയനീയ സ്ഥിതി വിവരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ വെറ്റിലപ്പാറയിലാണ് ആനയെ കാണുന്നത്. ഏറെ നേരം ഈ ആന ചാലക്കുടി പുഴയിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ മസ്തകത്തിൽ നിന്ന് പുഴുവും പഴുപ്പും ഒലിച്ചിറങ്ങുന്ന, ആദ്യം ആനയുടെ മസ്തകത്തിൽ നിന്ന് പഴുപ്പ് ഒലിച്ചിറങ്ങുന്ന ദൃശ്യങ്ങളടക്കം 24 പുറത്തുവിട്ടതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അരുൺ സക്കറി എത്തി ആനയെ മയക്കുവെടി വെച്ച് അന്ന് ചികിത്സ നൽകി. അതായത് സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തി ആനയുടെ മുറിവിൽ മരുന്ന് വെച്ച ശേഷം ഈ ആനയെ അന്ന് ഉൾവനത്തിലേക്ക് വിട്ടയച്ചത്. അതിനുശേഷം അരുൺ സക്കറിയെ തന്നെ പറഞ്ഞിരുന്നു ആനയ്ക്ക് കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ ആനയ്ക്ക് തുടർ ചികിത്സ നൽകും എന്നുള്ളതായിരുന്നു അന്ന് വനംവകുപ്പ് പറഞ്ഞത്. പക്ഷേ ആനയുടെ ആരോഗ്യസ്ഥിതി വനംവകുപ്പ് പരിശോധിച്ചിരുന്നോ എന്ന ചോദ്യമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട കാര്യം. ആനയെ ഈ വനംവകുപ്പ് നിരീക്ഷിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായും ഈ മസ്തകത്തിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുന്ന കാര്യമെല്ലാം തന്നെ ഈ വനംവകുപ്പിന്റെ ശ്രദ്ധയിൽ പെടേണ്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ കൃത്യമായ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഹാഷ്മി നമുക്ക് ഈ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ മസ്തകത്തിലെ മുറിവിൽ നിന്ന് പുഴുക്കൾ അരിച്ച് പുറത്തേക്ക് വരുന്ന ദയനീയമായ ദൃശ്യമാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടിരിക്കുന്നത്. ഹാഷ്മി, അങ്ങേയറ്റം സങ്കടകരമാണ്. നമ്മൾ അന്ന് ത്രൂ ലൈവ് കൊടുത്താണ് അന്ന് ഈ പറയുന്ന ആനയെ മയക്കുവെടി വെക്കുന്നതും അതിനുശേഷം അത് ചികിത്സ നൽകുന്നതും അതിനുശേഷം അരുൺ സക്കറിയുടെ പ്രതികരണമൊക്കെ നമ്മൾ കൊടുത്തതാണ്. അതിനുശേഷവും ആ ചികിത്സ അത് ഫലം കാണുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആ മുറിവ്, നമ്മൾ അന്ന് കണ്ട മുറിവ് കുറച്ചുകൂടി ആഴത്തിലുള്ള, കുറച്ചുകൂടി വലിയ, അതിലൊരു മുറിവ് കുറച്ച് കരിഞ്ഞിട്ടുണ്ടോ സംശയമുണ്ട്. പക്ഷേ ഒരു മുറിവ് വലിയ ആഴത്തുള്ള മുറിവായി, വലിയ ഗർത്തം പോലുള്ള മുറിവായി മാറുന്നു. അതിൽ നിന്ന് പുഴുവ് അടക്കം അരിച്ചിറങ്ങുന്നു എന്നുള്ളതാണ് സൂരജ് സജി. ആദ്യം മുതൽ തന്നെ ആ വാർത്ത ഫോളോ ചെയ്യുന്ന സൂരജ് സജി റിപ്പോർട്ട് ചെയ്യുന്നത്. അത് വനംവകുപ്പിന് മുന്നിൽ ദൃശ്യങ്ങൾ കാണിക്കുകയാണ്.